ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ബേസിക് വനില സ്പഞ്ച് കേക്കാണ്. ഈ ഒരു സ്പഞ്ച് കേക്ക് വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ബർത്ത്ഡേ കേക്ക്സ്, വെഡ്ഡിങ് കേക്ക്സ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കപ്പ് കേക്ക്സും ഈ ഒരു സെയിം ബാറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഈ വനില സ്പഞ്ച് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തത്. ഇത് നന്നായിട്ടൊന്ന് ഓയിലോ ബട്ടറോ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് മൊത്തത്തിൽ ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു പീസ് ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മൈദ തട്ടി എടുത്താൽ മാത്രം മതി. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പയിലോട്ടേക്ക് 1 കപ്പ് മൈദപ്പൊടി, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ അരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ മൊത്തമായിട്ടൊന്ന് കമ്പൈനായിട്ട് നമ്മൾ കേക്ക് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലോട്ടേക്ക് 4 മീഡിയം സൈസ് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല വലിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് എഗ് ബീറ്റർ വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല, പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഹൈ സ്പീഡിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം ലോ സ്പീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ പെട്ടെന്ന് തന്നെ സ്പീഡ് മാറ്റി കൊടുത്തിട്ട് ഹൈ സ്പീഡിൽ വെച്ചിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ഈ യെല്ലോ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ക്രീം കളറാവും, അതുവരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എഗ്ഗിൻ്റെ കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് ബീറ്റായി വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് സ്പാച്ചുല വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഉള്ളിലോട്ടേക്ക് ആക്കി കൊടുക്കുക. അപ്പം നമ്മുടെ എഗ്ഗ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി അധികം ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്തെങ്കിലും വെജിറ്റബിൾ ഓയിൽ മതി, കോൺ ഓയിലോ അതോ സൺഫ്ലവർ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. കൂടെ 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. തണുത്ത പാലല്ല, റൂം ടെമ്പറേച്ചറുള്ള പാലാണ്. ഇല്ലെങ്കിൽ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് തണിച്ചിട്ടെടുത്താൽ മതി. ഇനി ഇത് അധികം ബീറ്റ് ചെയ്യരുത്. ഞാൻ ഫസ്റ്റ് സ്പീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിങ് മാത്രമാണ്. ഇനി എഗ് ബീറ്റർ തന്നെ വേണമെന്നില്ല, ഒരു സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ശ്രദ്ധിക്കണം, ഹൈ സ്പീഡല്ല, ഇത് ഞാൻ ഫസ്റ്റ് സ്പീഡിലാണ് ഇട്ടിട്ടുള്ളത്. ഹൈ സ്പീഡിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൊങ്ങി വന്ന മുട്ട കംപ്ലീറ്റ് താണു പോകും. ഇത്ര മതി, ജസ്റ്റ് 2 സെക്കൻഡ് മിക്സിങ്ങേ ഉള്ളൂ. ഇനി എഗ് ബീറ്റർ മാറ്റി വെക്കാം. ബീറ്ററിൻ്റെ പരിപാടി തീർന്നു. ഇനി നമുക്ക് നേരത്തെ അരിച്ച് വെച്ച പൊടി കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം കുത്തി ഇളക്കി മിക്സ് ചെയ്യരുത്, അപ്പം നമ്മളെ പൊങ്ങി വന്ന എഗ്ഗൊക്കെ ഇങ്ങനെ താണു പോകും. അപ്പോൾ സോഫ്റ്റായിട്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 ബാച്ചായിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സാക്കി കിട്ടും. അപ്പോൾ ബാറ്ററൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് വേഗം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി പാനൊന്ന് ജസ്റ്റ് ഇതുപോലെ തട്ടിക്കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഓവനിലൊന്നല്ല ബേക്ക് ചെയ്യുന്നത്. ഒരു പാൻ ഇവിടെ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതുപോലൊരു സ്റ്റാൻഡ് ഇറക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ കേക്ക് ബാറ്റർ വെക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം
വളരെ ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു 35-40 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ 35-40 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ബേക്ക് ചെയ്യണമെന്നില്ല. ഈ ഒരു കേക്ക് പ്രഷർ കുക്കറിലും ബേക്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ചെറിയ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് ഗീ ഒഴിച്ച് കൊടുത്തിട്ട് ബാറ്റർ അതിലൊഴിച്ചിട്ട് ഡയറക്റ്റ് നമുക്ക് ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊക്കെ ഒന്ന് വെന്തിനോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ കത്തിയോ വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേവിക്കുക, ഇല്ലെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പാനിൽ നിന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ചൂടാറിയിട്ടാകുമ്പം പാനിൽ നിന്നും മാറ്റിയിട്ട് ഒരു വയർ റാക്കിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വയർ റാക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ നമ്മൾ പ്ലേറ്റിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ കേക്ക് തണിഞ്ഞ് കഴിഞ്ഞാൽ അടിഭാഗത്ത് ഒരു നനവ് തട്ടിയ പോലെ ഉണ്ടാവും. അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി വയർ റാക്ക് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പ്ലേറ്റിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് ഐസിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഐസിങ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു കേക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഓയിൽ പാലൊക്കെ ചേർത്തിട്ട് ആക്കിയതുകൊണ്ട് തന്നെ ചായൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ വെറുതെ തന്നെ കഴിക്കാം. ഇനിയിപ്പം ഓയിൽ ഇത്ര ആവശ്യമില്ലാത്തവരാണെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പം ഓയിലിൻ്റെ അളവ് കുറക്കാം. 1-2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു വനില സ്പഞ്ച് കേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. താങ്ക്